നമുക്കിന്ന് ഈശോയുടെ ഹൃദയത്തോട് ചേർന്നിരിക്കാനുള്ള ഏറ്റവും നല്ല വഴി ഏതാണെന്നറിയോ? കൂദാശകൾ കൂടെ കൂടെ സ്വീകരിക്കുക. ഏറ്റവും പ്രധാനമായിട്ട് വിശുദ്ധ കുമ്പസാരവും വിശുദ്ധ കുർബാനയും നമ്മൾ ചിലപ്പോൾ ബൈപ്പാസ് ചെയ്ത് വിടും. നമുക്കിപ്പോൾ ചിലപ്പോൾ ഇഷ്ടം കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും, നല്ലതാണ്. കുറേ നേരം ഇരുന്ന് ബൈബിൾ വായിക്കുന്നത് നല്ലതാണ്. കുറേ നേരം ആരാധനയ്ക്കിരിക്കുന്നത് എല്ലാം നല്ലതാണ്. പക്ഷെ ഒരു കാരണവശാലും വിശുദ്ധ കുർബാന ബൈപ്പാസ് ചെയ്തുകൊണ്ടായിരിക്കരുത് നമ്മുടെ മറ്റ് ആരാധനാ രീതികൾ. കിട്ടുന്നുണ്ടോ? വിശുദ്ധ കുർബാന ബൈപ്പാസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഒരു വിവാഹത്തിന് നിങ്ങളെ വിളിക്കുകയാണ്. ആ വിവാഹത്തിന് നിങ്ങൾ ഏറ്റവും കൂടുതൽ തീക്ഷ്ണത കാണിക്കുന്നത് എവിടെയായിരിക്കും? ഊട്ടുമുറിയിലായിരിക്കും. നമുക്ക് പറ്റിപ്പോകുന്ന ഒരു പത്താണ് നമ്മുടെ കൂട്ടായ്മകളിലൊക്കെ സംഭവിച്ചു പോകുന്നതാണ്. വിശുദ്ധ കുർബാനയിലാണ് ഈ വിവാഹം എന്ന കൂദാശ പരികർമ്മം ചെയ്യപ്പെടുന്നത്. താലി കെട്ടുന്ന ഒരു സമയം വരെ മിക്കവരും പള്ളിക്കകത്തുണ്ടാവും. എന്നിട്ട് പിന്നെ കാണുന്നില്ല കുറേ പേര്. നമ്മൾ ബൈപ്പാസ് ചെയ്ത് കളഞ്ഞത് എന്തിനാന്ന് ഓർക്കണം. ബൈപ്പാസ് ചെയ്ത് കളഞ്ഞത് എന്തിനാണ്? നിങ്ങൾ അങ്ങനെയുള്ളവരെ കല്യാണത്തിന് വിളിക്കാവുള്ളൂ കേട്ടോ. അവരോട് ഇൻവിറ്റേഷൻ കാർഡിൽ പറ്റുമെങ്കിൽ, കുടുംബം ഉണ്ടാക്കരുത്, ഇൻവിറ്റേഷൻ കാർഡിൽ പറ്റുമെങ്കിൽ ഇത് എഴുതി വെക്കുക. മറ്റേ കോടിയൽ വെൽക്കം, ഞങ്ങളുടെ ഭക്ഷണത്തിൽ പങ്കുചേരൂ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പ്രിന്റ് അടിക്കുന്നതിന് ഒരു ഉളുപ്പുമില്ലല്ലോ, നല്ലതാണ്. പക്ഷേ വിശുദ്ധ കുർബാനയിൽ പൂർണ്ണമായിട്ട് പങ്കെടുക്കുക എന്ന് പറഞ്ഞിട്ട് NB കൊടുക്കണം, വേണ്ടേ? ഇല്ലെങ്കിൽ അവർ നിങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതാണ്. നിങ്ങളുടെ ബിരിയാണിയും പോയി, അവർ നിങ്ങൾക്ക് വേണ്ടി എന്തിനാ പിന്നെ വന്നവർ? ചോദിക്കണം കേട്ടോ, ചോദിക്കണം. വഴക്കുണ്ടാക്കുകയാണെങ്കിൽ വഴക്കുണ്ടാക്കും, ചോദിക്കണം. കുർബാന അർപ്പിക്കാൻ അല്ലെങ്കിൽ പിന്നെ എന്നാ കാണിക്കാൻ വേണ്ടി ഈ കല്യാണം കൂടാൻ വന്നു? ഒരു കെട്ട് വീഴുന്നത് കണ്ടിട്ട് തിരിച്ചു പോകാൻ അല്ലേ? നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളെ ആരേലും വിവാഹത്തിന്, പ്രത്യേകിച്ച് വിവാഹത്തിനൊക്കെ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് ആ കപ്പിളിനോട്, ആ ദമ്പതികളോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം അവർക്ക് വേണ്ടി അന്ന് പരിപൂർണമായിട്ട് ആ ബലി പൂർത്തിയാക്കി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. താലി കെട്ടുന്നത് കാണാനല്ല നിങ്ങൾ വിളിക്കുന്നത്, ബിരിയാണി തിന്നു തീർക്കാനല്ല നിങ്ങൾ വിളിക്കുന്നത്. നിങ്ങൾക്ക് അവരോട് എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ആത്മാർത്ഥത സ്നേഹം ഉണ്ടെങ്കിൽ ആ ബലി പൂർത്തിയാക്കുക. പറഞ്ഞേ ഹല്ലേലൂയ.